اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ സംവിധാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്താകുന്ന തജല്ലി അത് ഇറങ്ങാൻ പറ്റുന്ന ഹൃദയങ്ങൾ ഏതൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട്. അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ കാണാം, മഹബത്താണ് ഹൃദയങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആ മഹബത്തിനക്ക് ഇറങ്ങാൻ പറ്റുന്ന ഹൃദയങ്ങൾ ഏതാണ്, അത്രയും ശുദ്ധമായ കൽബുകൾ ഏതാണ്, അത് നോക്കി അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകളാകുന്ന മഹബത്താണ് ഹൃദയങ്ങൾ എന്ത് ചെയ്യണത്, തിരഞ്ഞെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ ലോകത്തൊരു സൃഷ്ടിക്കും, മനുഷ്യരല്ലാത്ത ജിന്നുകളല്ലാത്ത വേറൊരു സൃഷ്ടിക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, ലാ യതഹമ്മലുഹൽ അർശു വലൽ കുർസിയു വലൽ ബൈത്തുൽ മഅമൂറു വലൽ മലായികത്തുൽ കിറാം. അള്ളാഹുവിൻ്റെ അർശിനിക്കോ കുർസിയിനിക്കോ ബൈത്തുൽ മഅമൂറിനൊക്കെ അല്ലെങ്കിൽ മുഖറബീങ്ങളാകുന്ന അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾക്കൊന്നും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അള്ളാഹുവാകുന്ന മഹബത്തിൻ്റെ തജല്ലിയെ സ്വീകരിക്കാൻ അവർക്കൊന്നും സാധ്യമല്ല. അത്രയ്ക്ക് കപ്പാസിറ്റി അള്ളാഹുത്തല അവർക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിക്കണത് ആർക്ക് മാത്രമേ ഉള്ളൂ? മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്തേ മനുഷ്യൻ വിമുഖത കാണിക്കുന്നു എന്നാണ് ഈ കിതാബിൽ പറയുന്നത്. എല്ലാവരുടെ കൽബിലേക്കും അള്ളാഹുവിൻ്റെ തജല്ലി ഇറങ്ങൂല. ഹൃദയം പൂർണ്ണമായി ശുദ്ധിയായ ആളുകളുടെ ഹൃദയത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഇറങ്ങുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചില ദിക്റുകൾ ചൊല്ലുമ്പോൾ ആ ദിക്റിനൊക്കെ പ്രകാശമുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ ഇവരോട് പറഞ്ഞു, ദിക്റിനൊക്കെ പ്രകാശമുണ്ട്, സ്വലാത്തിനൊക്കെ പ്രകാശമുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല അമാലുകളൊക്കെ പ്രകാശങ്ങളാണ്. ആ പ്രകാശങ്ങളുമായി നമ്മൾ കൂടുതൽ മല്ലിടുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനാമിലൂടെ പലതും കണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹൃദയത്തിന് സ്വാന്തനം കിട്ടുന്ന പലതും നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അതുകൊണ്ടൊന്നും കൽബ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ശുദ്ധിയായിട്ടുണ്ടാവില്ല. കൽബ് പൂർണ്ണമായി ശുദ്ധിയായാലേ അള്ളാഹുവിൻ്റെ വാരിദാത്തുകൾ അല്ലെങ്കിൽ തജല്ലിയാത്തുകൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ആ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് മഹാന്മാരൊക്കെ അവിടുത്തെ മുരീദന്മാരോട് ചോദിക്കൂത്തര, ഖൽവത്തിലിരിക്കുന്ന മുരീദന്മാരുണ്ടല്ലോ, അവരോട് ചോദിക്കൂത്തര, നിങ്ങളെ കണ്ണാടി എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെ കണ്ണാടി എങ്ങനെ ഇരിക്കുന്നു? കാരണം അവൻ്റെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ ആദ്യം അവനെയാണ് തെളിയുക. ആദ്യം അവനെ തന്നെയാണ് എന്ത് ചെയ്യുക, കണ്ണാടി തെളിയുക. പിന്നെയും പിന്നെയും മുറബ്ബിയായ മശായിഖന്മാർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഔറാദുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ആ നമ്മളെ സ്ഥാനത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിബിംബം ആ കണ്ണാടിയിൽ തെളിയും. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുബ്ബോടുകൂടെ പിന്നെയും പിന്നെയും അദ്കാറുകൾ ചെല്ലുമ്പോൾ അതിന് തെളിവ് ഇങ്ങനെ കൂടി 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 വരും. അവസാനം ആ കണ്ണാടി പൊട്ടിപ്പിളർന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് വരുമെന്ന് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ കിതാബിൽ പറയുന്നുണ്ട്.
അപ്പോൾ മുരീദന്മാരോട് ചോദിക്കലെടുത്തത്, അവർ മുരീദന്മാരൊക്കെ ഷെയ്ഖിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങളെ കണ്ണാടി എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെ കണ്ണാടിയിൽ ആരെ കാണുന്നു? അപ്പോൾ ചില മുരീദന്മാർ പറയും എന്നെ തന്നെയാണ് കാണുന്നത്, ആയിട്ടില്ല. അവിടെ ഹബീബ് തെളിയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് വരട്ടെ എന്ന് മഹാന്മാരോടുത്ത മുരീദന്മാരോട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൽബ് ശുദ്ധിയായാലല്ലാതെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഒരു മനുഷ്യൻ്റെ കൽബിൽ പ്രവേശിക്കൂല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ വഴിയിൽ പോകുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ തസൗഫിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുന്നതോടുകൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മശായിഖന്മാരെ കഥകൾ കേൾക്കുന്നതോടുകൂടെ നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാവില്ല? ആ ദുഷിച്ച പ്രവണത ഹൃദയത്തിൽ നിന്ന് പോകില്ല. അത് നമ്മൾ എന്ന് നീക്കുന്നുവോ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഓരോ മനുഷ്യനും അറിയാം എന്നെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയാകുന്ന ഏത് തടസ്സമാണുള്ളത് എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. ഇപ്പം എനിക്കറിയാം എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയിടുന്നത് ഏത് ഹറാമാണ്, ഏത് ദുനിയാവാണ് എന്നെ പിടികൂടിയിരിക്കുന്നത് എനിക്കറിയാം. എന്നെ പിടികൂടിയതാവൂല ചിലപ്പോൾ അബ്ദുറഹ്മാൻക്കാക്ക് ഉണ്ടാകുക, അദ്ദേഹത്തിനൊക്കെ ഉള്ളതാവൂല ഹിബ്രത്തുള്ളാക്ക് ഉണ്ടാകുക. ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ്, അതെല്ലാവർക്കും അറിയാം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് ഇല്ലാതെയാക്കിയാൽ മതി. ചില ആളുകൾക്ക് അഹങ്കാരീകരണം, അപ്പം അതിനെ നമ്മൾ ഇല്ലാതെയാക്കണം. ചില ആളുകൾക്ക് അസൂയ ആയിരിക്കും, അപ്പം അതിനെ നമ്മൾ ഇല്ലാതെയാക്കണം. ചില ആളുകൾക്ക് ലോകമാന്യമായിരിക്കും, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതീകരണം, അതില്ലാതെ ഏതൊരു വിഷയമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പോകുന്ന രീതി ഉണ്ടല്ലോ, ഇത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ യഥാർത്ഥ വഴിയാണെങ്കിലും അതിൻ്റെ ദൗക്ക് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് കിട്ടുക. ശരീഅത്തിൽ നിന്ന് ത്വരീഖത്തിലേക്കും, ത്വരീഖത്തിൽ നിന്ന് പിന്നെയാണ് നമ്മൾ എങ്ങോട്ട് പോവുക? ഹഖീഖത്തിലേക്കും ചെല്ലും. ഹഖീഖത്തിലേക്ക് ചെല്ലുമ്പോഴേ ഇതിൻ്റെ മാധുര്യം നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. ഞാനൊരു ഉദാഹരണം മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം തേങ്ങ എന്ന് പറയുന്ന സാധനം, തെങ്ങുമ്പുള്ളതാണ് തേങ്ങ. അപ്പം ഒരു പണിക്കാരൻ തേങ്ങ ഇടാൻ വേണ്ടി വരികയാണ്. അപ്പം അദ്ദേഹത്തോട് പറയാണ്, ആ തെങ്ങുമെന്ന തേങ്ങ ഇട്ടോ. എന്നിട്ട് നമ്മൾ ആ തേങ്ങ പൊളിച്ച ആളോട് പറയാം, ആ പൊളിച്ച തേങ്ങൻ്റെ കയ്യിൽ കാട്ട്. അതിനും നമ്മൾ എന്താ പറയണത്? തേങ്ങ എന്ന് തന്നെ പറയണത്. പിന്നെ നമ്മളത് പൊട്ടിച്ചിട്ട് അതിനെ കഴിക്കാൻ പറ്റുന്ന തേങ്ങ നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിനും നമ്മൾ എന്ത് പറയുന്നുണ്ട്? തേങ്ങ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ആദ്യം പറഞ്ഞതാണ്, ആദ്യം നമ്മൾ കണ്ടില്ലേ, അതിനും നമ്മൾ തേങ്ങ എന്നാ പറഞ്ഞത്. ചിരട്ട ഉള്ള സമയത്തും അതിന് തേങ്ങ എന്നാ പറഞ്ഞത്. അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മാംസമായ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ, അതായത് അതിൻ്റെ തേങ്ങയിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ എന്തെന്നെ പറഞ്ഞത്? തേങ്ങ എന്ന് തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഏതാണ് ഇപ്പോൾ തേങ്ങ ഉള്ളത്? ആദ്യം തെങ്ങുമ്പോൾ കണ്ടതാണോ, അല്ലെങ്കിൽ ചിരട്ടയാണോ? അല്ല, അത് പൂർണ്ണമായി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ കാമ്പിനാണ് ശരിക്കും എന്ത് പറയാ? തേങ്ങ എന്ന് പറയാം. അതിനാണ് മധുരമുള്ളത്. അതിന് മുമ്പുള്ളതായ പച്ചയാണെങ്കിലും ഉണക്കയാണെങ്കിലും അതിന് ചമർപ്പാണ്. അതിന് ശേഷമുള്ളതിനൊക്കെ നമുക്ക് കടിക്കാൻ തന്നെ കഴിയില്ല. അതിന് ശേഷമുള്ളതിനാണ് കയമ്പുള്ളത്. എന്നതുപോലെ നമ്മൾ ശരീഅത്തിൻ്റെ അമാലുകൾ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതായ ആ കയമ്പ് നമ്മൾ കരസ്ഥമാക്കുമ്പോഴാണ് നമുക്ക് എന്താണ് മുസ്ലിം എന്നും എന്താണ് മുഅ്മിനി എന്നും എന്താണ് ഇഹ്സാനി എന്നും നമുക്ക് തിരിയുള്ളൂ. അതുവരെ നമ്മൾ സാധാരണക്കാരെ അവാമീങ്ങളെ മാതിരി തന്നെയാണ്. അത് നുണയാനാണ് സത്യത്തിൽ എന്തുള്ളത്? ഒരു മുറബിയായ മശായിഖിനെ പിടിച്ച് നമ്മൾ ത്വരീഖത്തിന് അമൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് ശരീഅത്ത് നിർബന്ധമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമായ സുന്നത്ത് നിസ്കാരം നേരം വെളുക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിച്ചു. അത് ലോകത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. റിയാദയിലൂടെ, മുജാഹദയിലൂടെ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, ഹുബിന്റെ മേഖല എന്ന് പറയുന്നത് അത് ബലാഇന്റെ മേഖലയാണ്. ബലാ എന്ന ഏറ്റവും വലിയ ബലാ എന്താ? ഒരു മനുഷ്യന് ഹറാമായ കാര്യങ്ങളെ തൊട്ട് തടഞ്ഞു നിൽക്കുക. ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഹറാമായ കാര്യങ്ങളെ തൊട്ട് സ്വന്തം നഫ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അതാണ് ജിഹാദും ഫീ സബീലില്ലാ. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ട്
സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ അല്ലേ? റജഅന മിൻ ജിഹാദിൽ അസ്ഗരി ഇലാ ജിഹാദിൽ അക്ബർ. റജഅന നമ്മൾ മടങ്ങി, മിൻ ജിഹാദിൽ അസ്ഗർ ചെറിയ പോരാട്ടത്തിൽ നിന്ന് ഇലാ ജിഹാദിൽ അക്ബർ വലിയ പോരാട്ടത്തിലേക്ക്. അള്ളാന്റെ റസൂല് ശത്രുക്കളോടുള്ള ധർമ്മസമരത്തിന് പോരാട്ടത്തിനേക്ക് ചെറിയ ജിഹാദ് എന്നാ പറഞ്ഞത്. വലിയ ജിഹാദ് ഏതിനോടുള്ളതാണ്? നഫ്സിനോടുള്ള ജിഹാദാണ്. അപ്പൊ നഫ്സ് പൂർണ്ണമായി ശുദ്ധിയായാലേ അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. നമ്മൾ ഒരുപാട് കഥകൾ കേട്ട് അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ അധ്വാനിക്കൽ നമുക്ക് വളരെ കുറവാണ്. ആ അധ്വാനത്തിലൂടെ മാത്രം എന്ത് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു MBBS പഠിക്കുന്ന ഒരാൾ അല്ലേ 5 കൊല്ലം കറക്റ്റായി അധ്വാനിച്ച് ഉറക്കൊക്കെ ഒഴിവാക്കി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഓനൊരു യഥാർത്ഥ ഡോക്ടറാകുന്നുണ്ട്. അത്ര പണിയില്ല ശരിക്ക് ഒരാത്മീയമായ ഡോക്ടറാകാൻ. അത്ര പണിയില്ല ഒരാൾ ആത്മീയ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് നേടിയെടുക്കാൻ. അത്ര പണിയില്ല ഹൃദയം ശുദ്ധിയാക്കാൻ. പക്ഷെ നമുക്കെന്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ കാലം അതിനോട് അനുസൃതമായി പോകുമ്പോൾ നമ്മൾ പലതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, അറിയാതെ ചെന്നെത്തുകയാണ്. സത്യത്തിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന കൊമ്പ് വലിയ കൊമ്പാണ്. വലിയ കൊമ്പിലാണ് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് നാസുരി ത്വരീഖത്ത് സ്വീകരിച്ച ഒരു മഹാൻ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പർ പറഞ്ഞു, എനിക്കതിന് ചെറിയ പ്രയാസമുണ്ട് എന്ന്. മൂപ്പർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളാ ത്വരീഖത്ത് തന്നെ മതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ചരിത്രം. നിങ്ങൾക്ക് ആ ത്വരീഖത്ത് തന്നെ മതി, നമ്മളെ ത്വരീഖത്തിൻ്റെ ആവശ്യമില്ല. ഇതിനെന്ത് വേണം? തഹജ്ജുദൊക്കെ നിസ്കരിക്കണം. അപ്പം അത്രയും എല്ലാ നിലക്കും പൂർണ്ണമായിട്ടും ഇതിലേക്ക് സജ്ജമായ ആളുകൾക്കാണ് തിജാനി ത്വരീഖത്ത് മഹാന്മാർ നൽകിയിരുന്നത്. ആ ത്വരീഖത്തിൽ ഉസൂലായ അതിലേക്ക് വന്ന സാലിക്കീങ്ങളാണ് നമ്മളൊക്കെ. അപ്പം നമ്മളൊക്കെ എത്രമാത്രം ആ ത്വരീഖത്തിൻ്റെ നിബന്ധനകളും അതിൻ്റെ ഷർത്തുകളൊക്കെ പാലിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം എനിക്കും നിങ്ങൾക്കൊക്കെ വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്നായി അധ്വാനിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ആ ഇൽഫത്തും സ്നേഹവും റഹ്ഫത്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഉണ്ടാകുക. നമ്മളിൽ ആരും ഒരാളും ഒരാളേക്കാൾ വലിയവരല്ല. എല്ലാം തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ പെടുക എന്നുള്ളത് തന്നെ വലിയ തൗഫീഖാണ്. ലിസ്റ്റിൽ പെടുക എന്നുള്ളത് തന്നെ എന്താണ്? വലിയ തൗഫീഖാണ്. ചിലപ്പോൾ നമ്മളിൽ വലിയവരെന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തിൽ അവർ ചെറുതേക്കാറാണ്. നമ്മളിൽ ചെറുതി എന്ന് കരുതുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ എന്തേക്കാനും വലുതായിരിക്കും. അപ്പം നമ്മൾ ആരെയും കുറച്ച് കാണാതെ നമ്മൾക്ക് പരസ്പരം ആ ഒരു മഹബത്തിൻ്റെ ഒരു വലയം ഉണ്ടായിരിക്കുക. എപ്പോഴും എല്ലാവരെയും ഒരേ മനസ്സോടുകൂടെ ഒരു നല്ല ഹൃദയശുദ്ധിയോടുകൂടെ കാണുന്നൊരു പ്രതീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ മശായിഖിൻ്റെ എല്ലാ നിലക്കുമുള്ള നെളുറും റിളയും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. പരസ്പര സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.